Okay, welcome to real analysis class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോണോട്ടോൺ സീക്വൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണ് മോണോട്ടോൺ സീക്വൻസ് നമ്മൾ പഠിച്ചു. എ സീക്വൻസ് വിച്ച് ഈസ് എയ്തർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഈസ് കോൾഡ് എ മോണോട്ടോൺ സീക്വൻസ്. നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്, മോണോട്ടോൺ കൺവേർജൻസ് തിയറം. മോണോട്ടോൺ convergence theorem. Monotone convergence theorem പറയുന്നത് a monotone sequence of real numbers is convergent if and only if it is bounded. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എവറി കൺവേർജൻസ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. എല്ലാ കൺവേർജൻസ് സീക്വൻസുകളും ബൗണ്ടഡ് ആണ്. പക്ഷെ തിരിച്ചില്ല, ബൗണ്ടഡ് സീക്വൻസ് കൺവേർജൻ്റ് ആവണം എന്നില്ല. ഏതാ എക്സാമ്പിൾ? -1 എടുത്താൽ മതി. -1+1 എന്ന് പോകുന്ന ആ സീക്വൻസ് ബൗണ്ടഡ് ആണ് ബൈ 1, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കൺവേർജൻറ്റ്. അപ്പോൾ ബൗണ്ടഡ് ആയി വെച്ച് കൺവേർജൻ്റ് ആവണമെന്നില്ല. പക്ഷേ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പറയുന്നത് ഒരു സെർട്ടൺ കണ്ടീഷൻ, മോണോട്ടോൺ ആണെങ്കിൽ, സീക്വൻസ് മോണോട്ടോൺ ആണെങ്കിൽ ബൗണ്ടഡ് ആയാൽ എന്തായിക്കോളും? കൺവേർജൻറ്റും ആയിക്കോളും. തിരിച്ച് കൺവേർജൻ്റ് ആണെങ്കിൽ എപ്പോഴും എല്ലാ സീക്വൻസും കൺവേർജൻ്റ് ആകുമ്പോൾ ബൗണ്ടഡ് ആണ്. എല്ലാ കൺവേർജൻസ് സീക്വൻസുകളും ബൗണ്ടഡ് ആണ്. തിരിച്ച് മോണോട്ടോണും ബൗണ്ടഡും ആണെങ്കിൽ കൺവേർജൻറ്റും ആയിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. സോ എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ബൗണ്ടഡ്. എ മോണോട്ടോൺ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കൺവേർജൻറ്റ് if and only if it is bounded. Further ഒന്നാമത്തത്, if the sequence is bounded increasing, if the sequence is bounded increasing, if the sequence x equal to xn is bounded and increasing, then limit of xn വരിക. ലിമിറ്റ് ഓഫ് xn ആരാന്നും കൂടി പറയുന്നുണ്ട് തിയറം. ലിമിറ്റ് ഓഫ് xn വരിക സുപ്രീമം ഓഫ് xn n എലമെൻ്റ് ഓഫ് n ആണ് വരിക. സീക്വൻസ് ബൗണ്ടഡും ആണ് ഇൻക്രീസിങ് കൂടി ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്താ വരിക എന്ന് ചോദിച്ചാൽ ആ സീക്വൻസിൻ്റെ സുപ്രീം ആയിരിക്കും വരിക. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ്, if the sequence y equal to yn is bounded and decreasing ആണെന്ന് വിചാരിക്കുക, decreasing, then limit of yn is equal to infimum of set of all yn n element of n ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോണോട്ടോൺ കൺവേർജൻസ് തിയറം പറയുന്നത്. ഓക്കെ, മോണോട്ടോൺ കൺവേർജൻസ് തിയറം എന്താണ്? A monotone sequence of real numbers is convergent if and only if it is bounded. Further, if it is bounded increasing, then it converges to its supremum. If it is bounded decreasing, then it converges to its infimum. അപ്പോൾ നമുക്ക് ഈ വെരി ഇമ്പോർട്ടൻറ്റ് തിയറാണിത്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾക്കാർക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പറയുന്നത് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോണോട്ടോൺ സീക്വൻസ് ഈസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബൗണ്ടഡ് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പാർട്ട് നമുക്ക് ഇഫ് എക്സ് ഈസ് കൺവേർജൻറ്റ്, പ്രൂഫ് ഇഫ് എക്സ് ഈസ് കൺവേർജൻറ്റ് then it is bounded. കൺവേർജൻറ്റ് സീക്വൻസുകളൊക്കെ ബൗണ്ടഡ് ആണെന്ന് ബൈ തിയറം നമ്മൾ ഓൾറെഡി ഒരു തിയറം നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഏതാണ് നമ്പർ എന്ന് വെച്ചാൽ ഇവിടെ എഴുതുക. ഓക്കെ, തിയറം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. എല്ലാ കൺവേർജൻറ്റ് സീക്വൻസുകളും ഒക്കെ ഇതിന് മുന്നേ പറഞ്ഞതാണ്. കൺവേർജൻറ്റ് സീക്വൻസുകളൊക്കെ ബൗണ്ടഡ് ആണെന്നുള്ള തിയറം ഉണ്ട്. ആ തിയറം ഇവിടെ എഴുതുക. 3 എത്രയാണെന്ന് വെച്ചാൽ എഴുതുക. ബൈ തിയറം 3.124 അങ്ങനെ ആ തിയറം എന്തുണ്ടാവും? എക്സ് ഈസ് കൺവേർജൻറ്റ് ദെൻ ഇറ്റ് ഈസ് ബൗണ്ടഡ്. അപ്പോൾ ഒരു പാർട്ടായി കൺവേർജൻ ആണ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. കോൺവേഴ്സ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. കോൺവേഴ്സ്ലി സപ്പോസ് എക്സ് ഈക്വൽ ടു xn ഈസ് monotone and
monotone and bounded to prove that x is convergent. x convergent ആണെന്ന് പ്രൂവ് ചെയ്യണം. x equal to xn monotone bounded ആണെന്ന് എടുക്കുക. അപ്പോൾ നമുക്കറിയാം monotone എന്ന് പറഞ്ഞാൽ രണ്ട് കേസ് ഉണ്ട്. ഒന്നുകിൽ അത് എന്താവാം, ഇൻക്രീസിങ് ആവാം, അല്ലെങ്കിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആവാം. ഇൻക്രീസിങ് ആവാം, ഡിക്രീസിങ് ആവാം. അപ്പോൾ ഒരു കേസ് കേസ് 1 ഞാൻ എടുത്തു. കേസ് 1 x equal suppose x equal to xn is increasing and bounded. bounded increasing sequence ആണെന്ന് വിചാരിക്കുക. x equal to xn എന്താണ്, ഒരു സീക്വൻസ് ആണ്, അത് ഇൻക്രീസിംഗ് ആണ് ബൗണ്ടഡും ആണ്. ആ കേസിൽ പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഇൻക്രീസിങ്ങും ബൗണ്ടഡും ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, അത് കൺവേർജ് ചെയ്യുന്നു എന്ന് മാത്രമല്ല അത് ലിമിറ്റ് അത് സുപ്രീമത്തിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് തെളിയിക്കണം. രണ്ടാമത്തെ കേസ് നമ്മൾ എന്തെടുക്കും, y equal to yn ഡിക്രീസിങ് ആണെന്ന് എടുക്കും, ഡിക്രീസിങ്ങും ബൗണ്ടഡും ആണെന്ന് എടുക്കും. അപ്പോൾ അത് എങ്ങോട്ട് കൺവേർജ് ചെയ്യണം, ഇൻഫിനിമത്തിലേക്ക് കൺവേർജ് ചെയ്യണം. ഓക്കെ, അപ്പോൾ x equal to xn is increasing and bounded. Then since x equal to xn is bounded, since x equal to xn is bounded, there exists m greater than 0 such that modulus of xn less than or equal to m for every n element of n. അങ്ങനെ പറയാൻ പറ്റുമല്ലോ. x equal to xn ബൗണ്ടഡിൻ്റെ ഡെഫിനേഷൻ എഴുതി, ഒരു ക്യാപിറ്റൽ എം ഉണ്ടാവും, എല്ലാവരും എമ്മിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഡെഫിനേഷൻ ഇത് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി എന്തുണ്ടാവും, ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ എന്തുണ്ടാവും, ബൗണ്ടഡ് ആണെങ്കിൽ എന്തുണ്ടാവും, സുപ്രീമം ഉണ്ടാവും. സുപ്രീമം ഓഫ് എക്സ് എൻ എലമെന്റ് ഓഫ് എൻ എക്സിസ്റ്റ്, സേ എക്സ് സ്റ്റാർ, എക്സിൻ്റെ മുകളിൽ ഒരു സ്റ്റാർ. സുപ്രീമം ഓഫ് എക്സ് എൻ എക്സിസ്റ്റ് ചെയ്യും, അതിനെ നമുക്ക് എന്ത് വിളിക്കുക, സേ എക്സ് സ്റ്റാർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ സുപ്രീം എക്സിസ്റ്റ് ചെയ്യും, അതിനെ നമുക്ക് എക്സ് സ്റ്റാർ എന്ന് വിളിക്കാം. ഓക്കെ, നൗ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, നമുക്ക് we shall prove that limit of xn is equal to x star എന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം എന്താ, ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു എക്സ് സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്താൽ എന്തായി, ഓട്ടോമാറ്റിക്കലി വാട്ട് ഈസ് എക്സ് സ്റ്റാർ, എക്സ് സ്റ്റാർ ഈ സുപ്രീമം ഓഫ് എക്സ് എൻ. അപ്പോൾ എന്ത് കിട്ടി, ലിമിറ്റ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു സുപ്രീമം ഓഫ് എക്സ് എൻ, ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ പ്രൂഫ് ആവും. ഓക്കെ, എന്ത് ലിമിറ്റ് ഓഫ് എക്സ് എൻ സുപ്രീമം ഓഫ് എക്സ് എൻ ആണെന്നാണല്ലോ തെളിയിക്കേണ്ടത് നമുക്ക് ഒന്നാമത്തെ കേസിൽ. ഓക്കെ, അപ്പോൾ എക്സ് സ്റ്റാർ എന്ന് തെളിയിച്ചാൽ മതി. വി ഷാൽ പ്രൂവ് ദാറ്റ് ദിസ്. അതിനെന്ത് വേണോ, ലിമിറ്റ് ഓഫ് സംതിങ്, ഒരു സം സീക്വൻസ് ഈസ് ഈക്വൽ ടു സം ലിമിറ്റ് എന്ന് തെളിയിക്കണമെങ്കിൽ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് ടു ഫൈൻഡ് എ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നൊക്കെ തെളിയിക്കണം. അതിന് നമ്മൾ ആർബിട്രറി ആയിട്ട് എപ്സിലോൺ എടുത്ത് നോക്കുന്നു. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. നൗ എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് എൻ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് ഓഫ് ഓൾ xn n എലമെന്റ് ഓഫ് n. എന്താ കാരണം, ഇതാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. എക്സ് സ്റ്റാർ ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പോൾ എക്സ് സ്റ്റാറിൽ നിന്ന് ചെറിയൊരു എപ്സിലോൺ ഒഴിവാക്കിയാൽ, എപ്സിലോൺ ചെറുതോ വലുതോ എന്തോ ആവട്ടെ, എക്സ് സ്റ്റാറിൽ നിന്നും എപ്സിലോൺ കുറച്ചാൽ, എപ്സിലോൺ പോസിറ്റീവ് ആണല്ലോ, ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കുറച്ചാൽ എക്സ് സ്റ്റാർ ചെറുതായി. എക്സ് സ്റ്റാർ ചെറുതായാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് എക്സ് സ്റ്റാർ, അതിൽ നിന്നും ചെറുതായാൽ പിന്നെ അതെന്തല്ല, അപ്പർ ബൗണ്ട് അല്ല. ആരുടെ അപ്പർ ബൗണ്ട് അല്ല, സെറ്റ് ഓഫ് ഓൾ xnന്റെ അപ്പർ ബൗണ്ട് അല്ല. അതിനർത്ഥം എന്താ, ദെൻ there exist എന്തുണ്ടാവും, ഇവിടെ ഒരാളുണ്ടാവും ആരെക്കാൾ വലുത്, എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിനേക്കാൾ. എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോണിനേക്കാൾ വലിയ ഒരാൾ ഈ സെറ്റിൽ ഉണ്ട് എന്ന് അർത്ഥം. there exist xk belongs to set of all xn n element of n such that xk greater than x star minus epsilon, which implies xn greater than or equal to xk greater than x star minus epsilon for every n greater than or equal to k. എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത്? അപ്പോൾ ഇതൊക്കെ ഇത് പോസ്റ്റ് ദ വീഡിയോ ആൻഡ് think about it and find out the reason. Okay, you have to find the reason. After that you can resume the video. So
xk greater than x star minus epsilon ആണെങ്കിൽ xn greater than or equal to xk greater than x star minus epsilon എന്നുള്ള ഈ സ്റ്റെപ്പ് എവിടുന്ന് കിട്ടി? ഇതാണ് ഇവിടുത്തെ ക്രൂഷ്യൽ സ്റ്റെപ്പ്. അത് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ കെനേക്കാൾ മുകളിലുള്ള എന്നുകൾക്ക് എക്സ് കെനേക്കാൾ മുകളിലായിരിക്കും എക്സ് എൻ. എൻ കെനേക്കാൾ വലുതാവുമ്പോൾ എക്സ് എൻ എക്സ് കെനേക്കാൾ വലുതായിരിക്കും. എല്ലാ സീക്വൻസിനും അങ്ങനെ ഉണ്ടോ? ഇല്ല. എല്ലാ സീക്വൻസുകൾക്കും ആ പ്രത്യേകത ഒന്നുമില്ല. സഫിക്സ് കൂടുന്നതിനനുസരിച്ച് സീക്വൻസിൻ്റെ ടേം കൂടുന്നതല്ല. അപ്പോൾ 1/n എന്നുള്ള സീക്വൻസ് എടുത്ത് വയ്ക്കുക. 10th ടേം 1/10 100th ടേം എന്ന് പറഞ്ഞാൽ 10നേക്കാൾ വലുതാണ് 100. പക്ഷെ 1/100 1/10നേക്കാൾ ചെറുതല്ലേ? പക്ഷെ ഇവിടെ അങ്ങനല്ലോ. ഇവിടെ കെനേക്കാൾ വലിയ എൻ ആകുമ്പോഴൊക്കെ എക്സ് കെനേക്കാൾ. അപ്പോൾ അത് ആരുടെ പ്രത്യേകതയാണ്? ഇത് ഇൻക്രീസിങ് സീക്വൻസിൻ്റെ പ്രത്യേകത. അത് എന്തുകൊണ്ടാണ്? സിൻസ് എക്സ് എൻ ഈസ് ഇൻക്രീസിങ്. ഇതിൻ്റെ റീസൺ എന്താ? ഇവിടെയാണ് നിൽക്കുന്നത്. സിൻസ് എക്സ് എൻ ഈസ് ഇൻക്രീസിങ് സീക്വൻസ്. ഇൻക്രീസിങ് ആയതുകൊണ്ടാണ് എക്സ് എൻ ഒക്കെ എക്സ് കെനേക്കാൾ വലുതായിരിക്കും. ആരെ? ഈ എൻ കെൻ്റെ മുകളിലുള്ള എന്നുകൾക്ക്. കെൻ്റെ മുകളിലുള്ള എന്നുകൾക്ക് എക്സ് എൻ ഒക്കെ എക്സ് കെനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, ഇനിയോ? ഇനി നമുക്കിത് ഇവിടെ എത്താനായി, പ്രൂഫ് എത്താനായി. ദെയർഫോർ നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. എങ്ങനെ? ആദ്യം എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ. ഇത് ആദ്യം ഇത് എഴുതി, പിന്നെ ഇത് എഴുതി, പിന്നെ ഇത് എഴുതി. എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്റ്റാർ. അത് എവിടുന്ന് കിട്ടി? എക്സ് സ്റ്റാർ ഈസ് ദ സുപ്രീമം ഓഫ് സെറ്റ് ഓഫ് ഓൾ എക്സ് എൻ. എല്ലാ എക്സ് എന്നുകളുടെയും സുപ്രീമാണ് ആര്? എക്സ് സ്റ്റാർ. അപ്പോൾ എല്ലാ എക്സ് എനും എക്സ് സ്റ്റാറിനേക്കാൾ ചെറുതായിരിക്കും. എക്സ് സ്റ്റാർ ആരെക്കാൾ സ്ട്രിക്ട്ലി ചെറുതായിരിക്കും? എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോണിനേക്കാൾ. എക്സ് സ്റ്റാറിലേക്ക് ഒരു എപ്സിലോൺ ആഡ് ചെയ്താൽ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോണിനേക്കാൾ സ്ട്രിക്ട്ലി ചെറുതായിരിക്കും എക്സ് സ്റ്റാർ. കാരണം എപ്സിലോൺ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണല്ലോ. വിച്ച് ഇംപ്ലൈസ് എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ ലെസ് ദാൻ എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് എഴുതി. എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ എടുത്ത്, എക്സ് എൻ എടുത്ത്, എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ എടുത്ത്. ഇത് മൂന്നുമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇത് മൂന്നും എടുത്തു നമ്മൾ. വിച്ച് ഇംപ്ലൈസ് എക്സ് സ്റ്റാർ ത്രൂ ഔട്ട് സബ്സ്ട്രാക്ട് ചെയ്യുക. എക്സ് സ്റ്റാർ ത്രൂ ഔട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ. എക്സ് സ്റ്റാർ എന്താ ചെയ്തത്? സബ്സ്ട്രാക്ടിങ് ത്രൂ ഔട്ട് എക്സ് സ്റ്റാർ. വിച്ച് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ. ഇതൊക്കെ എപ്പോഴാണ് നടക്കുക എന്ന് വെച്ചാൽ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കെക്ക് ശേഷമുള്ള എന്നുകൾക്കാണ് ഇതൊക്കെ സംഭവിക്കുക. ഇതും ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, ഇതും ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, ഇതും നടക്കുക ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കെക്ക് ശേഷം എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടി. സോ ഫോർ എൻ ആർബിട്രറി എപ്സിലോൺ വി ഗോട്ട് എ കെ. ഇതാണ് കെ എക്സ് കെൻ്റെ. അപ്പോൾ വി ഗോട്ട് എ കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ദെയർഫോർ എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ. ഹെൻസ് ദ പ്രൂഫ് ഓഫ് കേസ് 1. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേസ് 2 നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് തുടങ്ങാം. ഞാൻ ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആയിരിക്കും, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, അനാലിസിസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി തരാം. എങ്ങനെ വരിക വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ? എക്സ് സ്റ്റാർ മൈനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ എക്സ് സ്റ്റാർ പകരം രണ്ടാമത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബൗണ്ടഡും ഡിക്രീസിങ്ങും ആകുമ്പോൾ ബൈ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി തന്നെ ഇൻഫിമം എക്സിസ്റ്റ് ചെയ്യും. ഇൻഫിമത്തിനെ എന്തെന്ന് വിളിക്കുക? ഇൻഫിമത്തിനെ എക്സ് സഫിക്സ് സ്റ്റാർ എന്ന് വിളിക്കുക. എന്നിട്ട് എക്സ് സ്റ്റാർ പ്ലസ് എപ്സിലോൺ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതെന്താവില്ല? ലോവർ ബൗണ്ട്. എക്സ് സ്റ്റാർ ആണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, എക്സ് സഫിക്സ് സ്റ്റാർ ആണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അതിലേക്ക് എപ്സിലോൺ ആഡ് ചെയ്താൽ എന്താവില്ല? ലോവർ ബൗണ്ടേ ആവില്ല. അപ്പോൾ ഒരു എക്സ് കെ ഉണ്ടാവും. അതെങ്ങനെ എഴുതുന്നൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് പിന്നെ ഈ ഡിക്രീസിങ് എന്നുള്ള കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് എക്സ് കെയും എക്സ് എനും തമ്മിലുള്ള ബന്ധം എഴുതുക. എന്നിട്ട് ഇതേപോലെ എഴുതി വന്നാൽ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ കെ എന്ന് തന്നെ കിട്ടും. എക്സ് എൻ മൈനസ് എക്സ് സഫിക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ കെ എക്സ് എൻ കൺവേർജസ് ടു എക്സ് സഫിക്സ് സ്റ്റാർ എന്ന് തന്നെ കിട്ടും. അപ്പോൾ അതൊരു പ്രൂഫാണ്. അപ്പോൾ ഈ പ്രൂഫ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അതേപോലെ തന്നെ മറ്റേത് എഴുതാവുന്നേ ഉള്ളൂ. ഒരു പ്രൂഫ് അങ്ങനെ. അല്ലെങ്കിൽ ഞാൻ വേറൊരു പ്രൂഫ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് 2 പ്രൂഫ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഓർ എന്ന് പറഞ്ഞിട്ട് ഇതും എഴുതാൻ പറ്റും. ഈ പ്രൂഫ് നോക്ക്. ഓർ രണ്ടാമത്തെ കേസ് 2ൻ്റെ ഇങ്ങനെ ചെയ്യുക. കേസ് 2ൻ്റെ ചെയ്യാം. സപ്പോസ് y ഈക്വൽ ടു yn be a decreasing sequence which is bounded, then let x equal to minus y equal to set of all minus yn such that n element of n minus yn such that yn belongs to y. ഇങ്ങനെ എടുക്കുക.
ഓക്കെ, ഇങ്ങനെ എടുക്കുക. മൈനസ് എക്സ് ആരാ? മൈനസ് വൈ ആണ്. മൈനസ് വൈ എൻ ബിലോങ്സ് ടു വൈ. അങ്ങനെയാണെങ്കിൽ ദെൻ നോക്ക്, ഒരു സീക്വൻസ് ഡിക്രീസിങ് ആണെങ്കിൽ അതിൻ്റെ ഒക്കെ നെഗറ്റീവ് എടുത്താൽ എന്താ വരിക? അപ്പോൾ ഫോർ എക്സാമ്പിൾ 1/n ആയിരിക്കും. 1, 1/2, 1/3, 1/4 എക്സെട്ര. ഇതിനെ ഫുള്ള് നെഗറ്റീവ് എടുത്താൽ എന്താ? -1, -1/2, -1/3, -1/4. ഇത് എടുത്താൽ എന്താ പറയുക? ഇതെന്താ? ഇൻക്രീസിങ് ആണ്. -1, -1/2, -1/4 എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉണ്ടാവും -1, 0, +1, -1, -1/2, -1/3, -1/4. അങ്ങനെ ഇത് ഇൻക്രീസ് ചെയ്ത് പോവുക ചെയ്യണം. വലത്തോട്ടാണ് പോകുന്നത്, ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങോട്ടാണെങ്കിലാണ് ഇത് എന്ത് 0, 1, 1/2, 1/3, 1/4 എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് 1, 1/2, 1/3, 1/4 എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ചെറുതാവുന്നു, ഡിക്രീസിങ് സീക്വൻസാണ്. പക്ഷേ മൈനസ് കൊടുക്കുമ്പോൾ ഇത് ഇൻക്രീസിങ് സീക്വൻസാണ്. അപ്പോൾ ഒരു സീക്വൻസ് ഡിക്രീസിങ് ആണെങ്കിൽ അതിന് നെഗറ്റീവ് സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അത് ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ദെൻ എക്സ് ഈസ് ഇൻക്രീസിങ്, ക്യാപിറ്റൽ എക്സ് ഈസ് ഇൻക്രീസിങ്. ദെയർഫോർ എക്സ് ഇൻക്രീസിങ്ങും ആണ് ബൗണ്ടഡും ആണ്, വൈ ഡിക്രീസിങ്ങും ആണ് ബൗണ്ടഡും ആയതുകൊണ്ട് എക്സ് ഇൻക്രീസിങ്ങും ആയിരിക്കും. അതിന് നെഗറ്റീവ് എന്ത് വരും? ഇൻക്രീസിങ്ങും ബൗണ്ടഡും ആയിരിക്കും. ഇൻക്രീസിങ്ങും ബൗണ്ടഡും ആണെങ്കിൽ കഴിഞ്ഞ പാർട്ട് കേസ് 1 നമുക്ക് അപ്ലൈ ചെയ്യാം. ഇൻക്രീസിങ്ങും ബൗണ്ടഡും ആയാൽ എക്സ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ബൗണ്ടഡ് ബൈ കേസ് 1. കേസ് 1 നമ്മളോട് പറയുന്നുണ്ട് എന്ത്? ഓക്കെ, ലിമിറ്റ് ഓഫ് എക്സ് എന്താ വരിക? ലിമിറ്റ് ഓഫ് എക്സ് വരിക സുപ്രീമം ഓഫ് എക്സിലെ ടേം ആരാ? -yn. ഓക്കെ, n എലമെന്റ് ഓഫ് n എന്നാ വരിക. വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ -y. ലിമിറ്റ് ഓഫ് -y ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് -yn എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീമം ഓഫ് -yn നമ്മൾ കണ്ടു പഠിച്ചതാണ്. സുപ്രീമം ഓഫ് -yn ഈസ് മൈനസ് ഇൻഫിമം ഓഫ് yn, n എലമെന്റ് ഓഫ് n ആ വരിക. വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് ഓഫ് -y എന്താ? ലിമിറ്റ് ഓഫ് cx എന്താ? c ഇൻറ്റു ലിമിറ്റ് എക്സ്. സോ ലിമിറ്റ് ഓഫ് -1 ഇൻറ്റു y എന്ന് പറഞ്ഞാൽ മൈനസ് ലിമിറ്റ് ഓഫ് y ഈക്വൽ ടു മൈനസ് ഇൻഫിമം ഓഫ് yn, n എലമെന്റ് ഓഫ് n. ഈ മൈനസും ക്യാൻസൽ ചെയ്താൽ വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് ഓഫ് y ഈസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് yn, n എലമെന്റ് ഓഫ് n. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് പ്രൂവ് ചെയ്യാം. ഈ പ്രൂഫ് കൊടുത്താലും മതി, എക്സാമിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൂഫ് എഴുതാം. പക്ഷേ നിങ്ങൾ കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാവാൻ നിങ്ങൾ കൃത്യമായിട്ട് എന്തായാലും എക്സസൈസ് ആയിട്ട് ചെയ്യേണ്ടതാണ് എന്ത്? കഴിഞ്ഞ കേസ് 1ൻ്റെ അതേ രീതിയിലുള്ള ഒരു പ്രൂഫ് കേസ് 2-ന് നിങ്ങൾ കൊടുക്കണം. അത് ബുക്കിൽ തന്നെ കൊടുക്കണം. അതിനുശേഷമാണ് ഓർന്ന് പറഞ്ഞിട്ടാണ് ഇത് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ മൊണോട്ടോൺ കൺവെർജൻസ് തിയറവും അതിൻ്റെ പ്രൂഫും. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.